അങ്ങനെ വീട്ടിലേക്ക് വന്നു കയറിയപ്പോഴാണ് രമ്യക്ക് ചെറിയ ക്ഷീണാന്നൊക്കെ പറയുന്നത്. അപ്പൊ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മീൻ വാങ്ങി അതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. മീൻ പെട്ടെന്ന് കഴുകി വൃത്തിയാക്കി. ഞങ്ങൾക്ക് വയനാട്ടുകാർക്ക് ഒരു പ്രത്യേകത ഉള്ളത്, മീൻ എത്രയും ഫ്രഷായ മീനൊന്നും ഇവിടെ കിട്ടൂല കേട്ടോ. അതിൻ്റെതായ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. മീൻ നന്നാക്കുമ്പോൾ ആ തോല് പൊളിഞ്ഞിട്ട് അതായത് ചീഞ്ഞ മീൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടുള്ളൂ. വയനാട്ടുകാർക്ക് ഫ്രഷ് മീൻ തിന്നാൻ യോഗം ഉണ്ടായിട്ടില്ല എന്ന് വരെ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വയനാട് നിന്ന് പുറത്തേക്ക് പോകണം. അങ്ങനെ ഉള്ളി അരിയുന്ന ഒക്കെ സ്പീഡ് സ്പീഡ് പരിപാടികളായി. പിന്നെ ഇവരെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടുന്ന അപൂർവമായ ഒരു അവസരമാണ്. സത്യം പറഞ്ഞാൽ ഞാനും ജോലി കഴിഞ്ഞ് മടുത്തിട്ടാട്ടോ വന്നത്. എന്നാലും ആ മടുപ്പൊന്നും കാട്ടിയില്ല. പെട്ടെന്ന് തക്കാളിയൊക്കെ എടുത്ത് വേഗം അരിഞ്ഞ് മീൻകറി മത്തി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി മുളകിട്ട് വേഗം വെക്കാന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് നീങ്ങി. എന്തായാലും നിങ്ങളിത് കണ്ടു നോക്ക്. നിങ്ങൾക്ക് ഈ പരിപാടിയൊക്കെ ഓൾറെഡി അറിയാവുന്ന കേസുകളായിരിക്കാം. എന്നാലും എൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. മൺചട്ടിയിലാട്ടോ ഞങ്ങള് മീനൊക്കെ കറി വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കുന്നത് മൺചട്ടി ആയിരിക്കും. അപ്പോൾ മൺചട്ടി ആകുമ്പോൾ അതിനൊരു രുചി വേറെ തന്നെയാണ്. ആ മൺചട്ടിയൊക്കെ ഇപ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മൺചട്ടിയൊക്കെ തലയിൽ പിടിച്ച് വരുന്ന കൊശവന്മാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇപ്പോഴും ചട്ടി നിർമ്മിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. നല്ല രസമാണ് ചട്ടി ഉണ്ടാക്കുന്നതും കൊടുക്കുക, അത് മേക്ക് ചെയ്ത് വരുന്ന ഒരു എന്താ പറയുക, മേക്ക് ചെയ്ത് വരുന്ന ഒരു പ്രക്രിയ നല്ല രസമാണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്യാം. അവരുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിലേക്ക് അത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ കാശ്മീരി മുളക് പൊടി കേട്ടോ ഇതിലിടുന്നത്. ഞാൻ ആ പുളിയും മുളകും വെള്ളമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ് വന്നപ്പോൾ വേഗം തന്നെ എടുത്തിട്ട് മത്തി അതിലേക്ക് ഇട്ടു. ലേശോടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശന്നിട്ടായിരുന്നു വന്നത്. ഇന്ന് പുറത്തുനിന്നൊന്നും കഴിക്കാനും പറ്റിയില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും നിന്നതുമില്ല. അവർക്ക് ക്ഷീണമാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടി വരിക ചെയ്തത്. പിന്നെ ലേശം ചപ്പാത്തി കുഴച്ച് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനുള്ള പ്രക്രിയ. എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഇടിയപ്പം ഉണ്ടാക്കലും ചപ്പാത്തി ഉണ്ടാക്കലും. എനിക്ക് തോന്നുന്നു ദോശേനേക്കാളും ഞാൻ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് തോന്നുന്ന കാര്യം ഇതായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മാവ് കുഴച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഈ ലേശം നെയ്യ് കേട്ടോ. സ്വാഭാവികമായിട്ട് ഇപ്പോൾ പണ്ട് മുതലേ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ തന്നെ ഒരു പ്രക്രിയയാണ് ഞാൻ യൂസ് ചെയ്യാറ്. നെയ്യ് കൂട്ടി കുഴച്ചിട്ടാണ് മാവ് റെഡിയാക്കി വെക്കുക. അതിനൊരു കുറച്ച് ടൈം കഴിഞ്ഞ് എടുക്കുമ്പോൾ നല്ലൊരു മൃദുത്വം ടേസ്റ്റും ഉണ്ടാവും. രാവിലെയും ചപ്പാത്തി ആയിരുന്നു രമ്യ ഉണ്ടാക്കി. അതിൻ്റെ കുറച്ച് മാവ് ബാക്കി ബോൾ പിടിച്ചതുണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അതും കൂടി കൂട്ടി ഞങ്ങൾ കുറച്ച് ചപ്പാത്തിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി ചപ്പാത്തി മേക്ക് ചെയ്ത് തുടങ്ങി. എന്താ അറിയില്ല, ഇന്ന് രമ്യക്ക് ഉച്ച കഴിഞ്ഞ് ഒരു ഭയങ്കര ക്ഷീണമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോപ്പിൽ ഇരിക്കുമ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും വേഗം തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും കൂടാതെ വേഗം വന്നത്. ഇവർക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം. ഇതിനൊക്കെ വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് തന്നെ. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്ന് നിങ്ങളൊന്ന് പറയാം. ഇവരുടെയൊക്കെ ചിരി കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം. പലപ്പോഴും രമ്യ ഓരോ ഭക്ഷണങ്ങളും വെച്ചിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഇഷ്ടാവാതെ വരും. അതൊക്കെ ഞാൻ തുറന്നു പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടാവും, ഇഷ്ടമായില്ല എന്ന് പറയുമ്പോൾ കേട്ടോ. ചിലപ്പോൾ ഞാൻ കഴിക്കാതെ എണീറ്റ് പോകും എനിക്ക് വിശപ്പില്ലെങ്കിൽ. അന്നേരം അവൾക്കൊരു വിഷമമാണ്. പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അവർ കഴിക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ഒരിക്കലും അതുകൊണ്ട് അവരുണ്ടാക്കുന്ന ഭക്ഷണം നമ്മളും കഴിക്കണം എന്നാണ് ഞാനും പറയുന്നത്. മോക്ക് എന്തായാലും ഇത് ഇഷ്ടമായി കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് പറയുക.